ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. ഒന്നാമതെത്തിയത്. 8 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി. രണ്ടാമതും എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലത്തിലും, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് എന്നീ നിയോജക മണ്ഡലത്തിലുമാണ് ബി.ജെ.പി. ഒന്നാമതെത്തിയത്. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്ങര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളാണ് ബി.ജെ.പി. രണ്ടാമതും എത്തിയത്. 19 മണ്ഡലങ്ങളാണ് ബി.ജെ.പിക്ക് അനുകൂലമാകുന്നതെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം 60 സീറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35,000 മുകളിൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളും, ബി.ജെ.പി. ഒന്നാമതും രണ്ടാമതും എത്തിയ വിവിധ മണ്ഡലങ്ങളും, അങ്ങനെ 60 മണ്ഡലങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തൃശൂരിൽ പാറ്റിത്തെളിഞ്ഞ അതേ രാഷ്ട്രീയ തന്ത്രം ഈ മണ്ഡലങ്ങളിൽ പ്രായോഗികമാക്കാനുമാണ് ബി.ജെ.പിയുടെ ഉദ്ദേശം. അതിനായി മറ്റ് രാഷ്ട്രീയ പാർട്ടിയോട് എതിർപ്പുള്ളവരെ കൂടെ കൂട്ടാനും, ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കാനും, മണ്ഡലങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുമുള്ള വിവിധ കർമ്മ പദ്ധതികളാണ് ബി.ജെ.പി. നേതൃത്വം തയ്യാറാക്കുന്നത്. അതിന്റെ ആദ്യപടിയായി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പ്രായോഗികമാക്കി സീറ്റ് പിടിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. സി ന്യൂസ്, കോഴിക്കോട്.